ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉപയോഗിച്ചപ്പോൾ അതിലുള്ള ഒരു ഫീച്ചർ എനിക്ക് ഇത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതാണ് ഈ സാംസങ് ഗാലക്സി S26 അൾട്രയിലുള്ള ഈ പ്രൈവസി ഡിസ്പ്ലേ. കണ്ടില്ലേ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, സ്ട്രെയിറ്റ് നോക്കുമ്പോൾ വീണ്ടും ബ്രൈറ്റ്, ഇങ്ങോട്ട് തിരിക്കുമ്പോഴും കംപ്ലീറ്റ് ഡാർക്ക്. നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ള ഈ പ്രൈവസി സ്ക്രീൻ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ, അതല്ല ഇവിടെ സംഭവം. പിക്സൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 2 തരത്തിലുള്ള പിക്സൽസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു പ്രൈവസി ഫീച്ചർ ഓൺ ചെയ്യുമ്പോൾ വൈഡ് പിക്സൽസ് ഓഫ് ആയിട്ട് നാരോ പിക്സൽ മാത്രം ഓൺ ആയിരിക്കും. അതായത് ലൈറ്റ് നേരെ മാത്രമേ പോവുള്ളൂ, അങ്ങനെ സൈഡിൽ നിന്ന് ആളുകൾക്ക് കാണാൻ പറ്റൂല. സോ ഇതിന്റെ അർത്ഥം ഈ ഒരു ഫീച്ചർ ഫുൾ ടൈം അങ്ങ് ഓൺ ചെയ്ത് വെച്ചാൽ പോരെ. എന്തിനായി ഓൺ ഓഫ് പരിപാടി, അങ്ങ് കംപ്ലീറ്റ്ലി ഓൺ ആക്കി വെച്ചാൽ പോരെ. പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈവസി ഓപ്ഷൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും സ്പെസിഫിക് ആപ്ലിക്കേഷനിൽ മാത്രം വർക്ക് ആവണമെങ്കിൽ, ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗാലറി ആപ്ലിക്കേഷനിൽ മാത്രം വർക്ക് ആവണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇനി പിൻ, പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ ഒക്കെ ഇടുമ്പോൾ അത് ഡാർക്ക് ആവണമെങ്കിൽ അതും ചെയ്യാം. ഈവൻ നോട്ടിഫിക്കേഷൻസ് വരെ നമുക്ക് കണ്ടില്ലേ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് മാത്രമായിട്ട് ഇങ്ങനെ ഇരുണ്ടിരിക്കും. എന്നാൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫീച്ചർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് പൊടിക്ക് കുറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ, വൈഡ് പിക്സൽസ് മൊത്തം ഓഫ് ആവും. അങ്ങനെ വൈഡ് പിക്സൽസ് ഓഫ് ആവുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് കുറയും. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷനെയും അത് ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം പകുതി പിക്സൽസ് ഓഫ് ആണല്ലോ, പിക്സൽസ് ആണല്ലോ റെസൊല്യൂഷൻ തരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ സജഷൻ ആയിരിക്കും, ആവശ്യമുള്ളപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെയിനിലോ മെട്രോയിലോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്യുക. സോ ഈ ഫീച്ചർ ഓഫ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് അൾട്രാ ഡിസ്പ്ലേ ആണ്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്, നോ ഡൗട്ട്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. സോ നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ആർമർ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്തവണ ഫൈനലി സാംസങ് അവരുടെ അൾട്രാ ഡിസ്പ്ലേയുടെ കളർ ഡെപ്ത് 10 ബിറ്റ് ആക്കിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് 8 ബിറ്റ് ആയിരുന്നു. മിഡ് റേഞ്ച് ഫോൺസിൽ പോലും ഇപ്പോൾ ഈസിലി 10 ബിറ്റ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇവിടെയും 10 ബിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HDR പെർഫോമൻസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേ കണ്ടല്ലോ, ബാക്കിയെല്ലാം കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. അൺബോക്സിംഗ് കാണിക്കണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കാണിച്ചു തരാം. USB Type-C കേബിൾ ഉണ്ട്, സിം ടൂൾ ഉണ്ട്, ഒബ്വിയസ്ലി ഫോൺ ഉണ്ടല്ലോ, കൂടെ പേപ്പർ വർക്കും കിട്ടുന്നുണ്ട്. ഈ കളർ ഓപ്ഷൻ ആണ് കൊബാൾട്ട് വയലറ്റ് കളർ ഓപ്ഷൻ. ഓക്കെ, ഒരു 2 ടോൺ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ കളർ ഇങ്ങനെ മാറുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. സ്കൈ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് കളർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഓൺലൈനിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കിട്ടുന്ന പിങ്ക്, ഗോൾഡ് ആൻഡ് ഒരു സിൽവർ ഷാഡോ ഓപ്ഷനും ഉണ്ട്. ഈ ഫോണിന്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കോർണേഴ്സ് ഉണ്ടല്ലോ, അത് ഇത്തവണ കുറച്ചും കൂടി കർവ് ആക്കിയിട്ടുണ്ട്. പിന്നെ S25 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജസ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പം കുറച്ചും കൂടി കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. പ്ലസ് ഇത്തവണ ഇതിന്റെ തിക്നെസ്സും വെയിറ്റ് രണ്ടും കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര മാറ്റമൊന്നുമില്ല. ഇത്തവണ 7.9 mm ആണ് തിക്നെസ്. എന്നാൽ ഇത്തവണ ആ ടൈറ്റേനിയം ഫ്രെയിം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അലൂമിനിയം ഫ്രെയിം തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ആപ്പിൾ ഫസ്റ്റ് ടൈറ്റേനിയം കൊണ്ടുവന്നു, നെക്സ്റ്റ് ഇയർ സാംസങ് അതുമായിട്ട് വന്നു. ആപ്പിൾ എടുത്ത് മാറ്റിയപ്പോൾ സാംസങ് എടുത്ത് മാറ്റിയിട്ട് ഇപ്പം അലൂമിനിയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ടൈറ്റേനിയം ആണോ അലൂമിനിയം ആണോ. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അലൂമിനിയം ആണ് ബെറ്റർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഹീറ്റ് ഡിസിപ്പേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അലൂമിനിയം ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇത്തവണയും S Pen ഉണ്ട്, ആരും പേടിക്കേണ്ട. S Pen ഇതുവരെ മാറ്റിയിട്ടില്ല. ഓക്കെ, എന്നാൽ ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കഴിഞ്ഞ വർഷം എടുത്ത് മാറ്റിയിരുന്നല്ലോ, അതിപ്പോഴും സാംസങ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അത് കൊണ്ടുവരുന്നു, പക്ഷെ കൊണ്ടുവന്നിട്ടില്ല. സോ ഇനി ഭാവിയിലും അത് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. എന്നാൽ ഈ S Penന്റെ കേസിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് S Pen എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും കുത്തി കയറ്റായിരുന്നു. ഇങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടായിരുന്നു. പക്ഷേ ഇപ്പം ഈ കോർണേഴ്സ് അത്യാവശ്യം റൗണ്ട് ആയിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ച്, അതായത് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളി നിൽക്കും. കാണാൻ പറ്റുന്നുണ്ടോ? സോ നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് എങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങനെ ഇടേണ്ടി വരും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, അതും മാറിയിട്ടുണ്ട്. ഈ ഫോൾഡിൽ ഇത്തവണ നമ്മൾ ഫോൾഡ് 7 കണ്ട ക്യാമറ മോഡ്യൂൾ ഉണ്ട്, അതേ സ്റ്റൈലുള്ള ക്യാമറ മോഡ്യൂളാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സോ ഡിസൈൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ അടിമുടി മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ ചേഞ്ചസ് അവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഈ ചെറിയ ചെറിയ ചേഞ്ചസിനെ കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് ക്യാമറയെ കുറിച്ച് സംസാരിക്കാം. ബാക്കിലുള്ള 2 ക്യാമറകൾ, അതായത് 200 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ടല്ലോ മെയിൻ ക്യാമറ, അതും പിന്നെ 50 മെഗാ പിക്സലിന്റെ 5x ടെലിഫോട്ടോ ക്യാമറ ഉണ്ടല്ലോ, ഈ 2 ക്യാമറകളുടെ അപ്പർച്ചർ സൈസ് കൂട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലെൻസിന് കുറച്ചും കൂടി
കൂടി ഓപ്പൺ ആവാൻ പറ്റും, അങ്ങനെ കൂടുതൽ ലൈറ്റ് കിട്ടും. ഇത് മെയിൻലി ഹെൽപ്ഫുൾ ആവുന്നത് ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോഴാണ്. ഞാൻ ഫോട്ടോസും വീഡിയോസും എടുത്ത് നോക്കിയിരുന്നു, നല്ല റിസൾട്ടാണ്. അതായത് ഗ്രെയിൻസ് കുറവാണ്, ഫേസിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഈവൻ ഞാൻ നൈറ്റോഗ്രാഫി വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല ക്ലീൻ വീഡിയോസ് ആണ് കിട്ടിയത്. പിന്നെ സെൽഫി പെർഫോമൻസിൽ സാംസങ്ങിനെ ബീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, അമേസിംഗ് സെൽഫീസ് ആണ് എടുത്തു തരുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും ടെക്സ്ചർ ആണെങ്കിലും ഈവൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം നല്ല ക്ലിയർലി കാണാൻ പറ്റും. യെസ്, ഇത്തവണ ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ആ ഒരു ഭയങ്കര വൈഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൈഡ് സ്ക്വയർ സെൽഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള ഇന്നോവേഷൻ ഒന്നും സാംസങ് കൊണ്ടുവന്നിട്ടില്ല. സ്റ്റിൽ സെൽഫി ഫോട്ടോസ് ആർ വെരി വെരി നൈസ്. സെൽഫി ഫോട്ടോസ് ആണെങ്കിലും ആക്ച്വലി വീഡിയോസ് ആണെങ്കിലും രണ്ടും വെരി വെരി നൈസ് ആണ്. പിന്നെ ഇത്തവണ സൂപ്പർ സ്റ്റഡി മോഡിൽ ഒരു ഹൊറൈസൺ ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചാലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാണുന്ന APV കൊടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഭയങ്കര ഹൈ റെസൊല്യൂഷൻ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അത് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. ഭയങ്കര ഹെവി ഫയലാണ് കിട്ടുന്നത്. നോക്കെ, ഈ വീഡിയോ കണ്ടോ, ഇത് 19 സെക്കൻഡ് ആണ്, എന്നാൽ ഇതിൻ്റെ സൈസ് കണ്ടില്ല, 4 GB സൈസ് ഉണ്ട്. സോ നിങ്ങളൊരു അരമണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ സൈസ് ഞാൻ പറയണ്ടല്ലോ. ബാക്കി ഓവറോൾ ക്യാമറ പെർഫോമൻസ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ക്വിക്ക് റിവ്യൂവിൽ ഒരു ടിപ്പിക്കൽ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഉണ്ടല്ലോ. ഇടയ്ക്ക് സാംസങ് ഭയങ്കര മങ്ങിയ ഭയങ്കര നാച്ചുറൽ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പം നല്ല കളർഫുൾ ഫോട്ടോസ് വീണ്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നൈസ്. ഞാൻ സാമ്പിൾ സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺ ആണെങ്കിലും HDR പ്രോസസ്സിംഗ് ആണെങ്കിലും ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ അടിമുടി മാറ്റും, ഭയങ്കര പെർഫോമൻസ് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ടിപ്പിക്കൽ സാംസങ് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ്. ഏറ്റവും പവർഫുൾ Qualcomm Snapdragon 8 Elite Gen 5 4 Galaxy ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. 1 TB വരെയുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് വിചിത്രമായിട്ട് തോന്നി, അതായത് UFS സ്റ്റോറേജ് ഉണ്ടാക്കുന്നത് സാംസങ് ആണ്. ഇപ്പം UFS 4.1 ആണ് ലേറ്റസ്റ്റ്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് UFS 4.0 ആണ്. പിന്നെ നമ്മൾ ഈ ഫോൺ ഹെവി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേപ്പർ ചേമ്പർ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ സൈസും സാംസങ് കൂട്ടിയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് വെരി വെരി നൈസ്. നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. യെസ്, ക്യാമറ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ ഹീറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നോർമൽ ഏത് സാംസങ്ങിന്റെ അൾട്രാ ഫോൺസിൽ ഫസ്റ്റിൽ വരാറുണ്ട്, പിന്നെ പതുക്കെ പതുക്കെ അവർ ഒപ്റ്റിമൈസ് ചെയ്യും. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന Wi-Fi 7, ബ്ലൂടൂത്ത്, 5G, NFC, eSIM സപ്പോർട്ട് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഈ S26 Ultra ലേറ്റസ്റ്റ് One UI 8.5 വരുന്നത്. 7 വർഷത്തെ അപ്ഡേറ്റിന്റെ പ്രോമിസ് സാംസങ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ One UI കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ദി ബെസ്റ്റ് UI ഇൻ ദ മാർക്കറ്റ്. അതായത് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണെങ്കിലും സ്റ്റെബിലിറ്റി ആണെങ്കിലും അപ്ഡേറ്റ്സ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് One UI തരുന്നത്. ഈവൻ ബെറ്റർ ദാൻ iOS. ഈയിടെ iOSൽ ഒരുപാട് ബഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആപ്പിൾ അത് ശരിയാക്കി വരുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് പീക്ക് സ്മാർട്ട് ഫോൺ UI. ഓൾറെഡി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് AI ഫീച്ചേഴ്സ്, അതായത് AI സംബന്ധിച്ചിടത്തോളം സാംസങ് വളരെ 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 മുന്നിലാണ്. ബാക്കി കമ്പനികൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ എത്താൻ വേണ്ടി. ഇത്തവണ വീണ്ടും പുതിയ ചില AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ചില ഫീച്ചേഴ്സ് ഓൾറെഡി ഗൂഗിൾ പിക്സലിൽ വന്നതാണ്. അറിയാലോ, ഗൂഗിളും സാംസങ് ദോസ്താണ്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഫോർ എക്സാമ്പിൾ ഈ കോൾ സ്ക്രീനിങ്, ഇത് ഓൾറെഡി പിക്സലിൽ വന്നതാണ്. ഇവിടെ കോൾ സ്ക്രീനിങ് വന്നിട്ടുണ്ട്. അതായത് ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് പകരം നമ്മുടെ ഇതിലുള്ള AI ആ ഒരാളുമായിട്ട് സംസാരിക്കും. ഇംഗ്ലീഷ് ഹിന്ദി മാത്രമേ വന്നിട്ടുള്ളൂ, മലയാളം ഒന്നും വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. സോ ഇത് ബേസിക്കലി ചോദിക്കും എന്തിനാണ് വിളിക്കുന്നത്, എന്താ കാര്യം, അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഫോൺ എടുക്കുകയോ കട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതായത് AI ഉപയോഗിച്ച്. അതാണ് ഈ പുതിയ ഫോട്ടോ അസിസ്റ്റ് ആപ്ലിക്കേഷൻ. പിന്നെ ഓഡിയോ ഇറേസർ ഫീച്ചർ ഉണ്ടല്ലോ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് ഈ നോയ്സും കാര്യങ്ങളും എടുത്ത് മാറ്റുന്നത്, അതിപ്പോൾ നമുക്ക് യൂട്യൂബിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് പോലും നമുക്ക് ആ ഒരു ഓഡിയോ ഇറേസർ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നോയ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ OnePlus അല്ലെങ്കിൽ Oppo ഫോൺസിൽ നമ്മളൊരു AI സെർച്ച് ഫീച്ചർ കണ്ടിരുന്നല്ലോ, ആ സെയിം സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇന്റലിജന്റ് സെർച്ച് അല്ലെങ്കിൽ ബിക്സ്ബി സെർച്ച് എന്നൊക്കെ പറയും. കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നുന്നു എന്ന് എഴുതിയാൽ മതി, അതനുസരിച്ചുള്ള സെറ്റിംഗ്സ് ഈ ഫോൺ എടുത്തു തരും. അതാണ് ഈ ഇന്റലിജന്റ് സെർച്ച്. പിന്നെ സാംസങ്ങിന്റെ ബ്രൗസർ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നോർമലി ആളുകൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു AI ബട്ടൺ വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് സമ്മറിയും ട്രാൻസ്ലേഷനൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള AI സജസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അഡ്രസ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം കാണിക്കും. ഏതെങ്കിലും ഫോട്ടോ ചോദിക്കുമ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് തരും. നൗ നഡ്ജിന്റെ ഫീച്ചറാണ്. 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. യെസ്, സാംസങ് ഇത്തവണയും ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല, സാംസങ്, ആപ്പിൾ, ഗൂഗിൾ ഈ 3 കമ്പനികൾക്ക് ഈ സിലിക്കൺ കാർബൺ ബാറ്ററീസിൽ വലിയ താല്പര്യം
മാർക്കറ്റിലില്ലെന്ന് തോന്നുന്നു. ഇതിൽ ബാറ്ററി ബാക്കപ്പ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഇനീഷ്യൽ യൂസിൽ ആ ഒരു 1 day ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, അത് കിട്ടും. എന്നാൽ ഇത്തവണ ചാർജിങ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചാർജിങ് പവർ കൂട്ടിയിട്ടുണ്ട്. അതായത് 45 വാട്ടിൽ നിന്ന് കൂട്ടി 60 വാട്ട് ആക്കിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങും കൂട്ടി 25 വാട്ട് വയർലെസ് ചാർജിങ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ബോക്സിൽ ചാർജിന് കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഞാൻ വിചാരിച്ചത് പിക്സൽ ആ ഒരു മാഗ്സേവ് സംഭവം കൊണ്ടുവന്നില്ല ഇത്തവണ, പിക്സൽ സ്നാപ്പ്. അതുപോലെ സാംസങ്ങും ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ഞാൻ വിചാരിച്ചു, ആ ഒരു മാഗ്നറ്റിക് സംഭവം. പക്ഷേ അതൊന്നും ഇത്തവണ വന്നിട്ടില്ല. മേ ബി നെക്സ്റ്റ് ഇയർ. പിന്നെ ഒരുപാട് പേരെ ബാധിച്ച ഒരു പ്രോബ്ലം ആയിരുന്നു ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ലേ. മെയിൻലി S22, 23 സീരീസിലായിരുന്നു കൂടുതലായിട്ടും വന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന 25ലും 24 സീരീസിലും ഒരുപാടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞാൻ കണ്ടില്ല. പക്ഷേ സ്റ്റിൽ 22, 23 സീരീസിലുണ്ടായിരുന്നു. സോ ഇതിൽ വന്നിരിക്കുന്ന പുതിയ ഡിസ്പ്ലേയിൽ ഈ പറയുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ കമ്പനികൾക്കും ബ്രാൻഡുകൾക്കും എപ്പോഴും കൊടുക്കാറുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് താഴെ അറിയാലോ, ഗ്രീൻ ലൈനിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് വരാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. സാംസങ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എൻ്റെ ഒരു ക്വിക്ക് റിവ്യൂവിൽ അങ്ങനെ അടിമുടി ഭയങ്കരമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കമ്പനികളും അത് പ്രതീക്ഷിക്കുന്നില്ല. അതായത് S25 അൾട്ര ഉള്ള ഒരാൾ ഇതിലേക്ക് മാറണം, അല്ലെങ്കിൽ S24 അൾട്ര ഉള്ള ഒരാൾ ഇതിലേക്ക് മാറണം, അങ്ങനെ കമ്പനികൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ S22 സീരീസ്, S23 സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാം. ഈ സാംസങ് ഗാലക്സി S26 അൾട്രയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,39,990 രൂപ. യെസ്, ഇത്തവണ സാംസങ് പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരുപാട് മാറ്റങ്ങൾ വരാത്ത സ്ഥിതിക്ക് ചിലപ്പം കൂട്ടുമില്ലായിരിക്കും, പക്ഷേ സാംസങ്ങും പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മാർച്ച് 10 തോന്നുന്നു, മാർച്ച് 10 മുന്നേ ആയിട്ട് പ്രീ ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 256 GB വേരിയൻറ്റിൻ്റെ പ്രൈസിൽ 512 GB വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും വാങ്ങുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ അതിൽ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ ഈ ഓഫർ ഈടാക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം 20,000 റുപ്പീസ് ലാഭിക്കാൻ പറ്റും, കൂടുതൽ സ്റ്റോറേജും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഇനി S26 അൾട്ര വന്നതുകൊണ്ട് S25 അൾട്ര വാങ്ങാൻ നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂ കാണാം. നമുക്ക് വീണ്ടും ആ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.